നമ്മളെ പവിത്രാട്ടൻ്റെ കൂൾ ബാറിലൊന്ന് കയറി നോക്കട്ടെ. പവിത്രാട്ടോയ് നമസ്കാരം. ഞാൻ പറയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മയ്യിൽ ടൗണിലാണേ. നമ്മളെ മയ്യിൽ ടൗണിൽ നമ്മളെ പവിത്രാട്ടൻ്റെ ഹിന്ദു കൂൾ ബാറിൽ. എന്തുണ്ട് വിശേഷമോ? നമ്മളെ മെയിനായിട്ടുള്ള റൈറ്റ് ആണല്ലേ നമ്മളെ ചിക്കു ഫേമസ് ആണല്ലേ? ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്ത്, അതായത് ഏകദേശം 1996 തൊട്ടേ കഴിക്കുന്ന ആ ഒരു ചിക്കുവാണ്. ടേസ്റ്റിൽ ഒരു മാറ്റമില്ല അല്ലേ? 86 തുടങ്ങിയതാ. ഞാൻ ജനിച്ചത് നല്ലത് 85-ലാണ്. 86 നിങ്ങൾ ജ്യൂസ് തുടങ്ങിയതാ. 40 വർഷമായിട്ട് ഇതേ ഷോപ്പ് തന്നെ അല്ലേ? അപ്പൊ എനിക്കൊന്ന് പഴയ കുറെ ആൾക്കാരൊക്കെ ഈ അതേ ടേസ്റ്റിലൂടെ വരുന്നുണ്ടല്ലേ? പണ്ടത്തെ ടേസ്റ്റിന്റെ ഓർമ്മയില്. നമ്മുടെ നാട്ടിലത്തെ കടകളൊക്കെ ഒരുപാട് മാറിയല്ലേ? കൂൾ ബാറൊക്കെ ഭയങ്കര പുതിയ ടെക്നോളജിയിൽ AC ഒക്കെ പിടിപ്പിച്ച് പുതിയ സ്റ്റൈലിലൊക്കെ ആൾക്കാർ കച്ചവടം ചെയ്യുന്ന സമയമാണ്. എന്നാൽ നമ്മളെ പവിത്രാട്ടിനൊട്ടും മാറിയിട്ടില്ല കേട്ടോ. അന്ന് എങ്ങനെയുണ്ടോ ഈ കട അതേപോലെ തന്നെ ഒരു മാറ്റമില്ലാണ്ട് അതേ രീതിയിൽ അതേ മേശയും വെച്ചിട്ടാണ് നമ്മൾ പവിത്രാട്ടിനെ ഓടിക്കുന്നത്. ആ പഴയ ചരിത്രമുണ്ട്, ആ പാരമ്പര്യം. നമ്മളൊക്കെ കുഞ്ഞ സമയത്തുള്ള ആൾക്കാരൊക്കെ വീണ്ടും കുറേ വർഷത്തിന് ശേഷം ദുബായിലും ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് നമ്മളെ പവിത്രാട്ടൻ്റെ ഈ ഒരു ഹിന്ദു കൂൾ ബാർ. മയിൽ സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലായ നമ്മളെ പവിത്രാട്ടൻ്റെ കടയിൽ, അതായത് കൂൾ ബാറിൽ പോയിട്ട് നമ്മൾ ആ ഒരു ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചിരുന്നട്ടാ. ചിക്കു തന്നെ, വേറൊന്നുമല്ല. കണ്ടപ്പോൾ ഭയങ്കര നമ്മൾ സ്കൂളിൽ ആ ഒരു പഴയ ഓർമ്മ വരുന്ന കേട്ടാ. അന്നത്തെ കുഞ്ഞി പ്രായത്തിൽ ഓർമ്മയുണ്ട്. ഞാൻ മയിൽ വരുമ്പോൾ തന്നെ നോക്കൂ, നമ്മൾ പവിത്രാട്ടൻ്റെ കട അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു വീണ്ടും വന്നു. കുറേ നാളിന് ശേഷമാണ് വീണ്ടും കുടിക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഇങ്ങോട്ട് പോയെങ്കിലും ഇടയ്ക്ക് വെച്ചൊന്ന് മറന്നുപോയി. പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. സന്തോഷം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ ഇപ്പോഴും? പഴയ സ്റ്റുഡൻസ് ഒരുപാടുണ്ട് അല്ലേ? എന്നാലും ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. വീണ്ടും നമ്മൾ കുഞ്ഞിൽ കഴിച്ച് വീണ്ടും കഴിക്കുക. സന്തോഷമായി എന്തായാലും. ഓക്കെ.